ശ്രീ രാജു പി നായർ, കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്തൊരു കേസാണ് എന്ന് പഠിച്ചു പറയാനായിരുന്നോ ഈ 12 തവണ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം തുടർന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് തനിക്ക് എന്ന് അടിവരയിടുന്ന മുഖ്യമന്ത്രിയെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു സമാനമായ കാഴ്ച. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർക്കും ഇതേ നയങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. അന്ന് ഇതിനെയൊക്കെ വിമർശിച്ചവരായിരുന്നില്ലേ ശ്രീ രാജു പി നായർ? അധികാരത്തിലെത്തി 2 ആഴ്ച തികയുന്നതിന് മുൻപേ നയം മാറുകയാണോ മുഖ്യമന്ത്രിയുടെ? അഷിത ഇപ്പോൾ നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ച ആളെയുണ്ടല്ലോ, ആ ആളെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അഷിത മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം നിലപാടിൻ്റെ ആൾ രൂപമായിട്ട് അങ്ങ് വിശേഷിപ്പിച്ചിരുന്ന ആളെ 35 സീറ്റിൽ മൂലക്കിരുത്തിയിട്ട് ജനം കൊണ്ടുവന്ന ആളാണ് ഇദ്ദേഹം. അത് നിലപാടിൻ്റെയും ആശയവ്യക്തതയുടെയും പരിപാടികളുടെയും എല്ലാം പിൻബലത്തിലാണ് അദ്ദേഹം 102 സീറ്റ് ജയിച്ചു വന്നത്. അതുകൊണ്ട് ആഷിത ആലോചിക്കേണ്ടതാണ്. കുറേ നാളങ്ങ് നിലപാടിൻ്റെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ച ആളുണ്ടല്ലോ, ആ ആളാണ് ഇന്നലെ ആ വീട്ടിലിരുന്നത് റെയ്ഡ് നടക്കുമ്പോൾ. മനസ്സിലായില്ലേ? അത് അങ്ങ് ഓർത്താൽ മാത്രം മതി. പിന്നെ നിലപാടില്ലായ്മ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഇപ്പോൾ താങ്കൾ അത് എടുത്തു പറഞ്ഞല്ലോ, അത് അടിവരയിട്ടത് ഡൽഹിയിലെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് അല്ല, അതിൽ വ്യക്തത വരുത്തിപ്പോണമെങ്കില്ല, താങ്കൾ അത് വ്യക്തിപരമായി ആക്ഷേപിച്ചതാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരടക്കം അതിൽ താങ്കൾ വലിച്ചിഴച്ചതാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ അതിൽ ക്ലാരിറ്റി വരുത്തണം. ഞാൻ മുൻപ് ജോലി ചെയ്ത സ്ഥാപനം താങ്കൾ പേര് പറഞ്ഞില്ല, പേര് പറയേണ്ടതില്ലല്ലോ, ചൂണ്ടിക്കാണിച്ചിട്ട് പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയൂ ശ്രീ രാജു പി നായർ. നോക്കൂ, എന്തിനു കുറ്റബോധം? എന്തിനു കുറ്റബോധം? അതാണ് നിലപാട് ആഷിത, അതാണ് നിലപാട്. അല്ല, എന്തിനു കുറ്റബോധം? എന്തിനാണ് കുറ്റബോധം? എന്തിനാണ് കുറ്റബോധം? ഞാൻ ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. താങ്കൾക്ക് അതിൽ മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഇനി അല്പം കൂടി വ്യക്തത വരുത്തണമെങ്കിൽ ഞാൻ അത് തന്നെ പറയാം. നോക്കൂ, നിലപാടില്ലായ്മ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല ശ്രീ രാജു പി നായർ, നോക്കൂ, നിലപാടില്ലായ്മ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലടക്കം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോളൂ, ഇത്രമാത്രം സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി മറുപടി പറയുന്ന മറ്റൊരാളുണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ്. 12 തവണ ചോദിച്ചു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, മറുപടി ഇല്ല. ഇന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന്. ഏറ്റവും അവസാനം ഒരു മാധ്യമ പ്രവർത്തക ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ഡെസ്കിലടിച്ച് എഴുന്നേറ്റ് പോകുന്നു. നിലപാടില്ലായ്മ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സതീശനെ മാത്രമല്ല കേട്ടോ. ഡൽഹി മദ്യനയ കേസിലടക്കം കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ്. അതാണ് നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം. എന്തായിരുന്നു ഉണ്ടായതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? ശരി, അപ്പൊ ഇനി എനിക്ക് പറയാമോ? ശരി, ഒന്ന് വി ഡി സതീശൻ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അദ്ദേഹം കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പ് നടത്തുന്നൊരു സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞ് വ്യക്തതയോടുകൂടി കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്തെ കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ അവകാശമില്ലായിരുന്നല്ലോ, നിങ്ങൾക്ക് 10 വർഷം ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു മാറ്റമെന്ന രീതിക്ക് ക്യാബിനറ്റ് ബ്രീഫിംഗ് തിരിച്ചുകൊണ്ടിരുന്നു. ആ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നു. പക്ഷെ ചില ആൾക്കാർ അത് വീണ്ടും അത് എത്തരത്തിൽ അറിയാലോ, സാധാരണ ശ്രീ വി ഡി സതീശന്റെ ചർച്ചകൾക്ക് പത്രസമ്മേളനങ്ങൾക്ക് വിടുന്നവർ ഒരു സ്ഥാപനം തന്നെ ഏകദേശം 5 പേരെ വിട്ട് ചോദ്യം ചോദിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.